ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൊരു ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലൈനിങ് ആണിത്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. തേരുവശം, ആ കട്ടിയുള്ള വശം മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം മെറ്റീരിയൽ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വട്ടത്തിൽ എന്ന് വെച്ചാൽ വീതി വശത്തിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ലെങ്ത്ത് നോക്കണം. ലെങ്ത്തിനനുസരിച്ച് വേണം നമ്മൾ വീതി വശത്തിലിടണോ നീളവശത്തിലിടണോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് വണ്ണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. 14 ഇഞ്ചാണ് നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് കറക്റ്റ് വേണ്ടത്. പ്ലസ് 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. രണ്ടും അതൊരു ലൈൻ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ലെങ്ത്ത് നല്ലപോലെ കുറയും. അതുകൊണ്ടാണ് 2 ഇഞ്ച് കൂട്ടിയിട്ടേക്കുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ടും ബാക്കും വേണേൽ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴത്തേക്ക് നമുക്ക് ബാക്കിനുള്ള ലെങ്ത്ത് കിട്ടുമെന്ന് അളന്ന് നോക്കിയിട്ട് വേണം ഫ്രണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങാനായിട്ട്. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 7ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്ലൗസാണ്. സാരിയുടെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഇതിടാനായിട്ട് പറ്റും. ഓണത്തിനൊരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്ലൗസാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാം. ഷോൾഡർ ഞാൻ കൊടുത്തേക്കുന്നത് 7ആണ്. അത് മുകളിലത്തെ ആ ഒരു ലൈനിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ലൈനിൽ നിന്ന് താഴത്തേക്ക് മെഷർമെൻറ്റ് എടുക്കാനാണ് അങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ 7 ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ആം ഹോളിനുള്ള 7 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് 7 ഇഞ്ച് താഴത്തേക്ക് ലെങ്ത്ത് വരച്ചതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് സൈഡിലേക്കും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആം ഹോൾ മാർക്ക് ചെയ്ത ആ പോയിന്റില്ലേ, ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പ് വരക്കാൻ വേണ്ടിയാണ് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 3.5 എടുക്കുന്നത്. അത് നമ്മൾ മെഷർമെൻറ്റ് താഴത്തേക്ക് എടുക്കാൻ വരച്ച ആ മുകളിലത്തെ ലൈനിൽ തന്നെയാണ് 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ആ 3.5യിൽ നിന്ന് നമ്മളിപ്പോൾ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്ത ആ പോയിന്റിലേക്ക് ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. നെക്കിന് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം നെക്ക് കട്ട് ചെയ്യുന്നൊന്നുമില്ല. നെക്കിനൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഷേപ്പ് വരച്ചു കൊടുക്കാനായിട്ട് നേരത്തെ നമ്മളൊരു ലൈൻ വരച്ചില്ലേ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടി, ആ ലൈൻ്റെ ലെങ്ത് എന്തോരാണെന്ന് നോക്കുക. നമ്മളിവിടെ 7ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി 3.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3.5യിൽ നിന്ന് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഷോൾഡർ സ്ലോപ്പിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഒരു കർവ് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. അത് ഫ്രണ്ട് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ കുറച്ചുകൂടെ കയറിയാണ് നിൽക്കുന്നത്. ഇനി ബാക്ക് ആം ഹോൾ ആണെങ്കിൽ നേരത്തെ നമ്മൾ വരച്ച ആ ലൈനിൽ കൂടി കടന്നു പോയാൽ മതി, ഫ്രണ്ടോട്ട് കയറി വരണ്ട. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ പകുതിയായിട്ടാണല്ലോ ഇട്ടേക്കുന്നത്, മടക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 എടുക്കുക. ഇവിടെ നമുക്ക് 9ആണ് വേണ്ടത്. അപ്പോൾ 9 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് കൂട്ടി സീം അലവൻസ് അപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് വേണ്ടത് 7ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2.5 ഇഞ്ച് സൈഡിലായിട്ട് കൂട്ടിയിടുക. ഇവിടെ ഞാൻ ആദ്യം സീം അലവൻസിൻ്റെ ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യാൻ മറന്നുപോയി. പിന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ലൈൻ രണ്ടും അങ്ങോട്ട് ചരിച്ച് വരച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ നോക്കേണ്ടത് ബെസ്റ്റ് പോയിൻ്റ് ലെങ്ത് ആണ്. മുകളിൽ നിന്ന് നമ്മുടെ HSP ടു ബെസ്റ്റ് പോയിൻ്റ് ലെങ്ത് എന്തോരം ഉണ്ടെന്ന് നോക്കുക. അത് ഇവിടെ 9ആണ്. 9 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെസ്റ്റ് പോയിൻ്റ് ടു ബെസ്റ്റ് പോയിൻ്റ് ലെങ്ത്, അത് രണ്ടും ആ ബെസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള ലെങ്ത് എന്തോരാണെന്ന് നോക്കുക. ഇവിടെ 7.5 ആയിരുന്നു. അപ്പോൾ 7.5യുടെ പകുതി 3.25 നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 9ഉം 3.25 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോൾ വരച്ചപ്പോൾ അവിടെ ഒരു കോർണർ കിട്ടിയില്ലേ, ആ കോർണറിലേക്ക് ഒരു ചരിഞ്ഞ ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴത്തേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ സൈഡിലേക്ക് നമ്മൾ 3.25 എടുത്തില്ലേ, ആ 3.25 തന്നെ സൈഡിലേക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടും. അതുപോലെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ ഒരു കോർണർ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പം ഞാൻ ഈ വരക്കുന്ന പോലത്തെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലായിരുന്നോ, അത് താഴെ വേസ്റ്റിൻ്റെ അവിടെ മുട്ടുന്ന ഒരു പോയിന്റില്ലേ, അതിൽ നിന്ന് സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ആ കോർണറിലേക്ക് വരച്ചില്ലായിരുന്നോ, അവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ആ ഫുൾ ബോഡി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളിൻ്റെ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ബാക്ക് വിട്ടിട്ടില്ല, അതുകൊണ്ട് ഇതൊന്ന് ട്രേസ് എടുത്തിട്ട് വേണം ബാക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത ആ ഒരു പീസ് താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതങ്ങ് ട്രേസ് എടുത്ത് കട്ട് ചെയ്താൽ മതി. ഫ്രണ്ട് ലെങ്ത്തിനേക്കാളും 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ബാക്ക് ലെങ്ത്ത് എടുക്കുക. കാരണം പ്രിൻസസ് കട്ടാണല്ലോ ഫ്രണ്ടിൽ വരുന്നത്, അപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറയും. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഒരേപോലെ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരുപോലെ ഇട്ട് നോക്കിയിട്ട് ലെങ്ത്ത് കറക്റ്റാക്കിയാലും മതി.
ഇപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആ താഴത്തെ ആ ഒരു 1 ഇഞ്ച് വിട്ട ആ ഒരു ഭാഗവും ആം ഹോളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടില്ലേ ആ ഭാഗവും നല്ലപോലെ ഷേപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് നല്ല മെറ്റീരിയലിലോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഈ ഷേപ്പിൽ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നിവർത്തി കാണിക്കാം. നിവർത്തി കാണിക്കുമ്പോൾ ഇത് 3 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാനൊന്ന് നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സൈഡിലെ 2 പീസും തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് നല്ല രീതിയിൽ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ബാക്ക് പീസ് കട്ട് ചെയ്തത് വെക്കുക. രണ്ടും 2 മടക്കായിട്ട് ഇട്ടേക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ലൈനിങ് ഇട്ട് എടുത്താലും മതി, ലൈനിങ് അടിച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ആ 3 പീസില്ലേ അതും ഇതുപോലെ തന്നെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ധാവണി സെറ്റാണ്. ധാവണി സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ബ്ലൗസ് പീസ് കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ 3 പീസും എവിടെ വെച്ചാണോ ഏറ്റവും കുറച്ച് തുണി പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ വെച്ച് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ബാക്കി സ്ലീവ്സിനാണ് എടുക്കുന്നത്. നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്പർ ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ കൃത്യം എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് അതുപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെ ഒന്ന് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് പോലെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസും തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിന് തുണി കിട്ടുമോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി ഫ്രണ്ടിൻ്റെ. അപ്പോൾ അത് ഇപ്പോഴാണ് കാണുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് പോലെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് തുണി ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ 9.5 ഇഞ്ച് നീളം വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ പഫ് സ്ലീവാണ് എടുക്കുന്നത്. മുകളിലും താഴെയും പഫ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വണ്ണം കൂടുതൽ വേണം. അതിനാണ് 9.5 ഇഞ്ച് ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അയൺ ചെയ്തും കൊടുക്കണം. ഈ ഒരു സ്ലീവ് നമുക്ക് ഫ്രോക്കിലും ക്രോപ്പ് ടോപ്പിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവാണ്. നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ 9.5 ഇഞ്ച് വേണം. കാരണം പഫ് സ്ലീവാണ് വെക്കുന്നത്. മുകളിലും താഴെയും പഫ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വണ്ണം എടുക്കുന്നത്. എന്നിട്ട് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫോൾഡ് വരാത്ത സൈഡിലെ അവിടുന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 3 ഇഞ്ചിൽ കൂടി ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഈ 3 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ മുകളിൽ പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലത്തെ പോയിന്റിലേക്ക് ഒരു ചരിഞ്ഞ ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 3 പോയിന്റ് നമുക്ക് കിട്ടും. ആദ്യത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ചും മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 3/4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ച പോയിന്റ് വരെ ആയിരിക്കും നമുക്ക് പഫ് കിട്ടുക. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11.5 വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 13 ഇട്ടേക്കുന്നത്. അത് രണ്ടും ഒന്ന് ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പഫ് മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ അതിൽ നിന്ന് വേണം താഴത്തേക്ക് നമ്മൾ ലെങ്ത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ താഴത്ത് സ്ലീവിൻ്റെ വണ്ണം കുറയ്ക്കുന്നില്ല. കാരണം താഴത്തും പ്ലീറ്റ്സ് വരുന്നുണ്ട്. എന്നാലേ ആ ഒരു പഫ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് താഴെയുള്ള വണ്ണം ഏകദേശം അതുപോലെ തന്നെ എടുത്തിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ സ്ലീവിൻ്റെ താഴെ നമ്മളൊരു പടി കൊടുക്കുന്നുണ്ട്. അതൊരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. സ്ലീവിൻ്റെ താഴെ എന്തോരം വണ്ണം വരുന്നതെന്നനുസരിച്ച് അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ 2 സ്ലീവും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള പടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മിച്ചം വന്ന തുണിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 2 ഇഞ്ചെങ്കിലും മിനിമം വീതി വേണം. എന്നാലേ നമ്മൾ സീം അലവൻസും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു വീതിക്കുള്ള ഇത് കിട്ടത്തുള്ളൂ. 2 ഇഞ്ച് വീതി വരുന്ന ഇതുപോലത്തെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്കിൽ വെക്കാനായിട്ട് ക്യാൻവാസ് കട്ട് ചെയ്യണം. അപ്പം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നെക്ക് വിഡ്ത്ത് എന്തോരം വേണമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
താഴത്തേക്ക് നെക്ക് ഡെപ്ത് എന്തോരം വേണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ പോയിന്റിൽ നിന്ന് സൈഡിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നെക്ക് വിഡ്ത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് അതിലാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ ഒരു ആലില ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ബാക്ക് നെക്ക് റൗണ്ടും ഫ്രണ്ട് നെക്ക് ആലിലയുമാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അത് ആ സ്ക്വയറിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. ബാക്കിൽ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പ് തന്നെ ഇപ്പോൾ വരച്ച പോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പിന് ചുറ്റും ഒരു 1/2 ഇഞ്ചിലോ 1 ഇഞ്ചിലോ വീതിയിൽ ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ വരച്ചു കൊടുക്കുന്ന ആ ഷേപ്പിൽ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡിലെ ക്യാൻവാസ് മാർക്ക് കിട്ടും. പിന്നെ ഉള്ളിലെ ക്യാൻവാസും കട്ട് ചെയ്ത് കളയണം. മുകളിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, ആ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആ ഒരു ഭാഗം അവിടെ തന്നെ നിൽക്കണം. കാരണം നമ്മൾ അയൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴോ നെക്ക് വിഡ്ത്തിലെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വ്യത്യാസം വരും. അത് മാറ്റാനാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്യാൻവാസ് വെക്കുന്നത് തന്നെ നെക്കിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ക്യാൻവാസ് കട്ട് ചെയ്ത ഷേപ്പ് തുണിയിലേക്ക് വെച്ച് കൊടുക്കുക. ലൈനിങ് തുണിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അയൺ ചെയ്തിട്ട് അതിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുക്കുക. ഉള്ളിലുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ അവിടെ നിൽക്കണം. പിന്നെ നമ്മൾ ആ മുകളിൽ എക്സ്ട്രാ നിൽക്കുന്ന തുണിയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക. നെക്ക് കൃത്യമായിട്ട് സെൻറ്ററിൽ തന്നെ വരാനാണ് അങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നത്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന 1/2 ഇഞ്ച് വീതിയുള്ള ആ ഒരു തുണിയുടെ ഭാഗം ക്യാൻവാസിലോട്ട് വെച്ച് പറ്റേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഫുൾ കട്ടിങ്ങും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കുക. താങ്ക്